കുന്നംകുളത്തെ ബുക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പുസ്തകത്തിന്റെ പണി ഇല്ലല്ലോ. അത് കുന്നംകുളത്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പഴയ കാലത്ത് ബുക്ക് ബൈൻഡിങ്ങാ. അന്ന് നമ്മൾ ബുക്ക് എണ്ണി അത് മെഷീനിലല്ലാന്ന് തുന്നല്, പോറാർട്ട് അങ്ങനെ തുന്നി വന്ന് അതിപ്പോൾ മൂട്ടിൽ പശയിട്ട് ബോർഡ് പതിച്ച് പിന്നെ ഫാൻസി ഇടുക, അങ്ങനെ ശീലയിടുക, അങ്ങനെയൊക്കെയുള്ള പണ്ട് ബൈൻഡിങ്ങിന്റെ പണിയായിരുന്നു. ഇപ്പം അങ്ങനെ ഇപ്പോൾ വെറുതെ മെഷീനിൽ വെച്ച് കൊടുക്കണു, എണ്ണ മെഷീനിൽ വെക്കുന്നു, ഒട്ടിക്കുന്നു. ഇപ്പോൾ പണി വളരെയധികം കുറവാണ്. അന്ന് കാലത്ത് അങ്ങനെയല്ല. ശാന്ത ചേച്ചി പറഞ്ഞതുപോലെ നോട്ട് ബുക്ക് എന്നാൽ കുന്നംകുളം ബുക്ക് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാലം മാറിയപ്പോൾ ക്ഷീണം സംഭവിച്ച എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളും പോലെ കുന്നംകുളത്തെ നോട്ട് ബുക്ക് വ്യവസായത്തിനും ആ പ്രതാപം നഷ്ടമായി. അത് തിരിച്ചുപിടിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് കുന്നംകുളത്തെ പിൻതലമുറക്കാർ. കേരളത്തിൽ ഇന്നും ഏറ്റവുമധികം നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റുകളുള്ളത് കുന്നംകുളത്താണ്. 10ലേറെ വൻകിട കേന്ദ്രങ്ങളടക്കം 150ഓളം യൂണിറ്റുകൾ. ജനുവരി മുതൽ ജൂൺ വരെയാണ് നോട്ട് ബുക്ക് വ്യവസായത്തിലെ സീസൺ കാലം. ഈ സമയങ്ങളിൽ പ്രതിമാസം 10,000 ടൺ ബുക്കുകളാണ് കുന്നംകുളത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുക. സാധാരണ ഓഫ് സീസണിൽ പോവാണ്ടിൻ അതിന്റെ ഡബിൾ ഇരട്ടി പോവാറുണ്ട്. സാധാരണ ഓഫ് സീസണിൽ ഒരു മാസത്തിലൊരു 100 കെട്ട് പോവുകയാണെങ്കിൽ അത് ഒരു 300-400 കെട്ട് ഒരു മാസം പോവും. ഇപ്പോൾ കുന്നോളത്തെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഈ നോട്ട്ബുക്ക് മേഖലയിലാണ് കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് എന്താ പറയുക, ഇപ്പോൾ ഈ വേജസിന്റെ നിരക്കിലേക്ക് നോട്ട്ബുക്കിന്റെ സംബന്ധിച്ചോളം വളരെ കുറവ് വേജസാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് മാറി വേറെ പല വർക്കിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പിന്നെ മിഷനറീസ് ആയതുകൊണ്ട് നമുക്ക് വർക്കേഴ്സും വളരെ കുറവ് മതി. അങ്ങനെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുകിട വൻകിട കച്ചവടക്കാർക്ക് പുറമെ സ്വന്തം പേരിൽ പല സ്കൂളുകളും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന ബുക്കുകളും നിർമ്മിക്കപ്പെടുന്നത് കുന്നംകുളത്തെ ഈ യന്ത്രങ്ങളിലാണ്. കൺസ്യൂമർ ഫെഡ് വഴി സർക്കാർ അച്ചടിച്ചിറക്കുന്ന ത്രിവേണി ബുക്കിന്റെയും ജന്മസ്ഥലം കുന്നംകുളമാണ്. കുന്നംകുളം എന്നാൽ പൊതുവെ വ്യാജന്മാരുടെ കേന്ദ്രമെന്ന് വിളിപ്പേരുണ്ടെങ്കിലും പേപ്പറുകളുടെ ഗുണമേന്മയിൽ കുന്നംകുളം ബുക്കാണ് മുന്നിലെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ബ്രാൻഡഡ് ബുക്കുകളേക്കാൾ 10 രൂപ വരെ വില കുറച്ച് വിൽക്കാനുമാകും. അന്ന് വേറെ കമ്പനി ബുക്കുകളൊന്നും ഇറങ്ങിയിരുന്നില്ല. കുന്നംകുളത്ത് പ്രൊഡക്ഷണൽ ബുക്ക് മാത്രമാണ് കേരള മാർക്കറ്റിൽ വന്നിരുന്നത്. ഒരു 10% തമിഴ്നാട്ടിൽ നിന്ന് മധുരയിൽ നിന്നുള്ള ബുക്ക് മാത്രമേ വന്നിരുന്നു. ഇപ്പോൾ കുന്നംകുളത്ത് 25%, പഴയ ഒരു 10 കൊല്ലം വെച്ച് നോക്കുകയാണെങ്കിൽ കുന്നംകുളത്ത് 25% പ്രൊഡക്ഷൻ ഇപ്പം ഇല്ല. അതുമാതിരി സ്കൂളുകളെ അനുസൃതമായിട്ട് സ്കൂളിൽ നോട്ട്ബുക്ക് വിൽപ്പന അത് കടക്കാരൊക്കെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ബുക്കായാലും സ്റ്റേഷനും ഇതായാലും കംപ്ലീറ്റ് സ്കൂളിലെല്ലാ കിറ്റ് കിട്ടുകയാണെങ്കിൽ അവരൊരു വില ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് ആകർഷിക്കുക. അതുകൊണ്ട് ഈ ബിസിനസ് മൊത്തത്തിൽ പിന്നാക്കം ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു 5 കൊല്ലം ഈ ബിസിനസ് മൊത്തത്തിൽ അവസാനിച്ച് പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ കാണാൻ. വൻകിട ചെറുകിട യൂണിറ്റുകൾക്ക് പുറമെ കുടിൽ വ്യവസായം പോലെ മുഖചിത്രമൊരുക്കലും ബൈൻഡിങ്ങും ബുക്കുകളിൽ വരയിടലുമൊക്കെയായുള്ള അനുബന്ധ നിർമ്മാണങ്ങൾ വിവിധ വീടുകളിലും നടന്നുവരുന്നു. അങ്ങനെ 1000-ലേറെ കുടുംബങ്ങളാണ് നോട്ട് ബുക്ക് ഒരുക്കി ജീവിതം എഴുതി തീർക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ കാലം മാറിയിരിക്കുകയാണ്. കച്ചവട തന്ത്രങ്ങളുമായി വലിയ ബ്രാൻഡുകൾ കളം പിടിച്ചതോടെ കുന്നംകുളം നോട്ട് ബുക്കിന് ആവശ്യക്കാർ കുറഞ്ഞു. 5 വർഷത്തിനിടെ 50% വരെ കച്ചവടത്തിൽ ഇടിവ് വന്നു. ഇതോടെ പലരും മറ്റു ജോലികൾ തേടിപ്പോയി. ഈ മേഖലയിൽ പണിക്കാരും കുറഞ്ഞു. മുമ്പൊക്കെ പണിക്കാരുണ്ട്, ഇപ്പോൾ ജോലിക്കാർ കുറവാണ്. കാരണം അതിനുള്ള ഇതില്ല. ഈ പണിക്ക് വേറെ പണിക്ക് ആൾക്കാർ പോകുന്നു. കാരണം ഇതിൽ വന്നിട്ട് അത്ര മെച്ചമില്ലാത്ത എല്ലാം പോകണ്ടാവും ആൾക്കാർ. ഈ പഴയ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിലുള്ളൂ. പുതിയതായിട്ട് ആരും ഇതിലേക്ക് വരുന്നില്ല. പിള്ളേർ മറ്റു സീസണൊക്കെ കണ്ടവാനും പിള്ളേർ വരും, സ്കൂൾ പിള്ളേർ. അപ്പോൾ അവർ ആരും ഈ ജോലിക്ക് വരുന്നില്ല. ഈ സീസണിൽ ബ്രാൻഡഡ് കമ്പനികളോട് മത്സരിക്കാൻ തന്നെയാണ് കുന്നംകുളത്തിന്റെയും തീരുമാനം. പേപ്പറിന് വില കൂടിയതിനാൽ ബുക്കിനും വില കൂടുമെന്ന മുന്നറിയിപ്പും കുന്നംകുളത്തെ നോട്ട്ബുക്ക് നിർമ്മാതാക്കൾ നൽകുന്നുണ്ട്. സ്കൂൾ വിപണിയിൽ പിടിച്ചു കയറാനുള്ള ശ്രമത്തിനൊപ്പം സർക്കാർ സഹായങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വ്യവസായം മുന്നോട്ടു പോകുന്നത്.